വെച്ചിട്ടാ എന്നാണ്ട് ചുമ്മാ കറങ്ങാറായോ? 8 മണി ആയതല്ലേ ഉള്ളൂ. പള്ളിയിലൊക്കെ പോയോ? പള്ളിയില് പോയി. കുമ്പസാരിച്ചു. നല്ല കുട്ടനായോ? ഇന്ന് ആൾക്കാരെ കയറാൻ പറ്റിയില്ല. എന്ത് പറ്റി? ഇന്ന് ഞാൻ ആൾക്കാരടുത്ത് കറുത്ത പാന്റ് ഇട്ടോണ്ട് പോയത്, പക്ഷെ വെള്ള ടീഷർട്ട് വേണം കയറണമെങ്കിൽ. പിന്നെ ഞാണ്ട് എന്നെ കുടുക്കയൊക്കെ പൊട്ടിക്കാറായി. എന്തിനാ? സാറാമോൾക്ക് ഞാൻ സൈക്കിള് മേടിക്കാൻ. നിന്നെ കുടുക്ക പൊട്ടിച്ചിട്ടാണോ സാറാമോൾക്ക് സൈക്കിൾ കൊടുക്കുന്നത്? എന്റെ അപ്പുക്കുട്ടിന്റെ ഒരു കുടുക്ക, അങ്കിയുടെയും സാറാമോളുടെ ഒരു കുടുക്ക. 2 പേർക്കും കൂടെ ഒരേ കുടുക്കണ്ടല്ലേ? 4 പേർക്കും കൂടെ. 4 പേർക്കും കൂടെ ഒരേ കുടുക്ക. അപ്പൊ മറന്നുപോയി. 4 പേർക്കും കൂടെ ഒരു കുടുക്കല്ലേ? അതെന്തിനാ 4 പേർക്കും കൂടെ തന്നേന്നറിയോ? നിനക്കും അപ്പുക്കുട്ടനും കിട്ടുന്ന പൈസയൊക്കെ ആ കുടുക്കയിലിടണം. സാറാമ്മക്കും അങ്കിക്കും കൂടെ അവന്മാരുടെ കുടുക്കയിലിടണം. അമ്മയല്ലേ സാറാമ്മയുടെ അങ്കിയുടെയും കുടുക്ക നിറച്ചത്? അമ്മയുടെ ഇരിക്കുന്ന ചില്ലറ അങ്ങനെ നിറച്ചിട്ടൊന്നുമില്ല. ഞാൻ അങ്ങനെയൊന്നല്ലടാ ഇരുന്നത്. എന്റെ കയ്യിൽ ഇപ്പൊ ചില്ലറയൊക്കെ, ഇപ്പം അപ്പയുടെ പേഴ്സിലൊക്കെ ചില്ലറ കാണുവാണെങ്കിൽ അപ്പൊ ചിലപ്പോ അത് മേശയിൽ എടുത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ആരുടെ കുടുക്കയാണ്? 2 കുടുക്ക ഒരുമിച്ചല്ലേ വെച്ചിരിക്കുന്നത്? ചിലപ്പോഴേ മേശയിൽ വെച്ചിരിക്കുന്ന ചില്ലറ കാണാണ്ടാവില്ലേ, അത് ഞാനിത് കൊടുക്കലോ ഇടുന്നു. അതെ, അതുപോലെ അമ്മയും ഈ മേശയിൽ ഇരിക്കുന്ന കാണുന്ന ചില്ലറ എടുത്തിട്ട് അങ്ങനെ നോക്കുന്നില്ല, ആരുടെ കുടുക്കിയാന്നൊന്നും നോക്കുന്നില്ല. അമ്മ ആദ്യം കൈയെത്തുന്ന കുടുക്കയിലോട്ട് ആ പൈസ കൊണ്ടിടും. ചിലപ്പോ നിന്റെ ആയിരിക്കും, നിന്റെ ഇരിക്കുന്നത്. കാരണം എന്താ അറിയോ? ഞാൻ ഫെലിക്സും ഡാനിയലിനും പേര് എഴുതിയ അതിന്റെ പേര് ഒട്ടിച്ച സ്റ്റിക്കറിന്റെ പശ അവിടെ. അത് മാത്രല്ല, എഴുതിയ പേരൊക്കെ പോയില്ലേ, എല്ലാം പറിച്ചു കളഞ്ഞില്ലേ എല്ലാരും. അതുകൊണ്ട് അതിന്റെ സ്റ്റിക്കർ ഉള്ളതുകൊണ്ട് എന്റെ തിരിച്ചറിയും. കുടുക്കയൊക്കെ സൂക്ഷിക്കാൻ പഠിക്കണം കേട്ടോ. എന്തിനാ? ഇപ്പൊ നമുക്ക് ചെറിയൊരു അതായത് നിങ്ങൾക്കൊരു ആഗ്രഹം, നിന്റെ ഫസ്റ്റത്തെ സൈക്കിള് നീ വാങ്ങിച്ചത് കുടുക്ക സൂക്ഷിച്ചു വെച്ചിട്ടല്ലേ? എന്റെ ഒരു മൺകുടുക്ക ഉണ്ടായിരുന്നു, അത് പൊട്ടിച്ചിട്ട് 5000 രൂപ കിട്ടി. ബാക്കി 2000 അപ്പയും അമ്മയും കൂടെ ഇട്ടു. അതാ പറഞ്ഞെ. അപ്പൊ നിനക്ക് ഒരുമിച്ച് എടുക്കാതെ നിന്റെ കയ്യിൽ നിന്ന് കുറച്ച് സൂക്ഷിച്ചു വെച്ച് നിനക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ലേ? സാധാ സൈക്കിള് മേടിക്കുമ്പോ മറ്റേ പണം നഷ്ടപ്പെടുക, ഇതാണെങ്കിൽ ലാഭം. അതാ പറഞ്ഞ, നിനക്ക് ഇപ്പൊ 10 രൂപ 50 രൂപ 100 രൂപ ആരെങ്കിലും ഒക്കെ തരുന്നതൊക്കെ നീ സൂക്ഷിച്ചു വെച്ചിട്ടല്ലേ നിനക്ക് സൈക്കിൾ ആണെങ്കിൽ ഞാൻ LKG മുതൽ മേടിച്ചു. നീ LKG പഠിക്കുമ്പോ വാങ്ങിച്ച സൈക്കിളാ. ഇപ്പൊ ഞാൻ 5-ലെത്തി. ഇത്ര 7 വർഷം കണ്ട് 7 വർഷം പോടാ. LKG അല്ലേ, UKG 1 2. LKG ലാസ്റ്റ് ആയപ്പോഴാ വാങ്ങിച്ചത്. അപ്പൊ UKG 1 2 3 4 5 6 വർഷമായി. അതെ, ഇനി 1 മാസം കൂടെ അല്ലേ ഉള്ളൂ 7ാമത്തെ വർഷമാവാൻ. 2025. അപ്പൊ അങ്കിക്ക് നമ്മൾ അങ്ങനെയല്ലേ സൈക്കിള് വാങ്ങിച്ചത്? അങ്കിയുടെ കുടുക്ക പൊട്ടിച്ചിട്ട്. ഇനിയിപ്പം സാറാമോക്ക് സൈക്കിൾ മേടിക്കണം. അതിന് നിങ്ങളുടെ രണ്ട് കുടുക്കയും വേണ്ടി വരും. ഇപ്പൊ പഴയ പോലെ അമ്മ ഇടുന്നില്ല, നീയും ഇടുന്നില്ല. നിനക്ക് കിട്ടുന്ന വീട് നീ പൊക്കിമങ്ങാട് മേടിച്ചു നോക്കും. അപ്പൊ അങ്ങനെ വേണം, സൂക്ഷിച്ചു വെച്ച് പഠിക്കണം പിള്ളേര്. അല്ലാതെ എല്ലാം കിട്ടുന്നത് കൊണ്ട് ഒരുമിച്ച് മിഠായി മേടിക്കാന്നൊക്കെ പറഞ്ഞായിരിക്കും എല്ലാരും നിനക്ക് പൈസ തരുന്നത്. ആരെങ്കിലും ഒക്കെ അപ്പ തരും, പപ്പ തരും, ഇടമറിയി പോകുമ്പോ കറിയപ്പ തരും, അങ്ങനെയൊക്കെ തരുന്നത് മുഴുവൻ സൂക്ഷിച്ചു വെച്ചിട്ട് മിഠായി മേടിച്ചേക്കല്ലേ. മിഠായി ഒന്നും എന്താ പറയാ, ഇങ്ങനെ എന്തെങ്കിലും ഒരു ഉപകാരത്തെ പോകുമ്പോ അതെല്ലാവർക്കും, എല്ലാരും നിന്നെ കണ്ടിട്ടല്ലേ സാറാമോളും അങ്കിയും അപ്പുക്കുട്ടനും ഒക്കെ പഠിക്കുന്നേ. അപ്പൊ നീ ആരെങ്കിലും തരുന്ന പൈസ കൊണ്ട് നീ കുടുക്കയിലേക്ക് ഇടുമ്പോഴത്തേക്ക് അവരും ഓർക്കും, എന്നാ ഞങ്ങൾക്കും മത്സരിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്കും ആദ്യമേ ചേട്ടനേക്കാളും കൂടുതൽ ഞങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കണം എന്ന് പറഞ്ഞിട്ട് അവര് കൊണ്ട് സൂക്ഷിച്ചു വെക്കും. അല്ലെങ്കിൽ നീ മുട്ടായി മേടിക്കുന്ന കണ്ടിട്ടല്ല, നീ ഇങ്ങനെ ഓരോ സാധനം മേടിക്കുന്ന കാണുമ്പോഴേക്കും അവര് പോയിട്ട് ഞങ്ങൾക്കും അത് വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ വേണമെന്ന് പറഞ്ഞിട്ട് അവര് വാശി പിടിക്കില്ലേ? അപ്പൊ ചേട്ടനല്ലേ അവർക്ക് മാതൃക കാണിച്ചു കൊടുക്കണ്ടേ? അപ്പൊ നിനക്ക് കുട്ടന് കിട്ടുന്ന പൈസയൊക്കെ സൂക്ഷിച്ചു വെച്ച് അവരോടും പറയണം, എടീ നമുക്ക് ഇങ്ങനെ മിഠായി ഒന്നും മേടിച്ചതൊന്നും കളയണ്ട, ഇതൊക്കെ സൂക്ഷിച്ചു വെക്കാം. സൂക്ഷിച്ചു വെച്ചിട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോ നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും സാധനങ്ങളെ, ഇപ്പൊ സൈക്കിളെങ്കിൽ സൈക്കിള്, അല്ലെങ്കിൽ അവർക്ക് പന്ത് മേടിക്കാം. അപ്പൊ എന്തൊക്കെയുണ്ട്, ഫുട്ബോൾ മേടിക്കാൻ വരെ നമുക്ക്. അപ്പൊ അതിനൊക്കെ അത്യാവശ്യം നല്ല വിലയാവില്ലേ? എന്നെ കുടുക്കപ്പെട്ടിട്ട് ചിലപ്പോ ഞാൻ ബോള് മേടിക്കും. അതാ പറഞ്ഞേ. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് സൂക്ഷിച്ചു വെക്കുന്ന പൈസ നമുക്ക് ഉപയോഗിക്കാം. കഴിഞ്ഞ പ്രാവശ്യം റാണിയന്റിക്ക് വന്നപ്പോ എനിക്കൊരു 100 രൂപ തന്നു. അതുകൊണ്ട് ഞാൻ മിഠായി മേടിക്കാൻ ചെയ്തത്.
അതാ പറഞ്ഞേ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കണം. അങ്ങനെ കിട്ടുന്ന പൈസകളൊക്കെ സൂക്ഷിച്ചു വെക്കണം. സൂക്ഷിച്ചു വെച്ചാ നമുക്കിങ്ങനെ നല്ല നല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമുക്കത് സൂക്ഷിച്ചു വെച്ച് അങ്ങനെ മേടിക്കാൻ പറ്റും. അത്യാവശ്യം വന്നാൽ ഉപയോഗിക്കുകയും ചെയ്യാം. അത്യാവശ്യം വന്നാൽ ഉപയോഗിക്കാം. ചിലപ്പോ വല്ല ആശുപത്രിയിലും കൊണ്ടുവന്നാൽ. അതാ പറഞ്ഞെ, അങ്ങനെയൊക്കെ സൂക്ഷിച്ചു വെച്ചാ നമുക്ക് നല്ല കാര്യല്ലേ അത്. അപ്പൊ അങ്ങനെ സൂക്ഷിച്ചൊക്കെ വെക്കണം കേട്ടോ. അപ്പൊ ഇനി സൂക്ഷിച്ചു വെക്കില്ലേ, സാറമ്മക്കും അങ്കിക്കും അപ്പുകൂട്ടിനും ഒക്കെ പറഞ്ഞു കൊടുക്കണം അങ്ങനെ കേട്ടോ. അമ്മ അപ്പയും പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും അവര് കൂടുതൽ അനുസരിക്കുന്നത് ചിലപ്പം ചേട്ടൻ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ചേട്ടനാണ് അവരുടെ റോൾ മോഡല്. ചേട്ടൻ എപ്പോഴും അവർക്കൊരു റോൾ മോഡലായിരിക്കണം. അവരോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം, ചേട്ടൻ സൂക്ഷിച്ചു വെക്കുന്നുണ്ടല്ലോ, എന്നാലല്ലേ നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്താ അവര് സമ്മതിക്കും അത് കേട്ടോ. എന്നോട് കൂട്ടുപോലും കൂടുന്നില്ല ഇപ്പൊ. അത് നിങ്ങൾ വഴക്കുണ്ടാക്കുന്നതല്ലേ. നീ വേണം അവരെ ഇങ്ങനെ എന്താ പറയാ, എങ്ങനെ അറിയാതെ അവള് കളിക്കുന്നതാണോ അത് അവള് കളിക്കുന്നൊക്കെ ആയിരിക്കും, അല്ലാതെ നിന്നോട് അവള് കൂട്ടുകൂടായിരിക്കൊന്നുമില്ല. പെച്ചേട്ടൻ മതിയല്ലോ. അപ്പയും അമ്മയും വഴക്ക് പറഞ്ഞാൽ നേരെ ഓടുന്ന പെച്ചേട്ടന്റെ അടുത്തോട്ടല്ലേ. അങ്ങനെ അപ്പൊ നീ അവർക്ക് നല്ല മാതൃകയൊക്കെ കാണിച്ചു കൊടുക്കണം കേട്ടോ. നല്ല കുട്ടന്മാരൊക്കെ. കഴിഞ്ഞ വർഷമില്ലേ അമ്മ അടുത്ത് ഞാൻ 100 രൂപ മേടിച്ച് 100 രൂപയ്ക്ക് മുട്ടായി മേടിച്ചു. അപ്പൊ ഉണ്ടല്ലോ, എന്നാ നമുക്കിനി കിടന്നാലോ കുട്ടാ. നാളെ രാവിലെ പള്ളിയിൽ പോകേണ്ടതല്ലേ, നാളെ ആൾക്കാരെ കയറേണ്ടതല്ലേ, കുമ്പസാരിച്ചല്ലേ കുട്ടന്. അപ്പൊ നേരത്തെ കിടന്നുറങ്ങിക്കോ. അവർക്ക് ചാറ്റ് കൊടുത്തേരെ. ഞാൻ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാന്ന് പറ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാവേ.